അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ഹിൽ പാലസിലാണ് തൃപ്പൂണിത്തറയുള്ള. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോവാം, എന്നിട്ട് ഉള്ളിലത്തെ കാഴ്ചയൊക്കെ കാണാം. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് പക്ഷെ 2 മണിക്കാണ് ഉള്ളിലോട്ട് കയറ്റണത്. 2 മണി വരെ നമുക്ക് ഇവിടെയൊക്കെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അവിടെ എൻ്റർ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റർ ഫീസ് അഡൽസിന് 50ഉം കിഡ്സിന് 10ആണ് ഉള്ളത്. പിന്നെ ഫോറിനേഴ്സിനാണെങ്കിൽ 500ആണ്, അഡൽസിന് കിഡ്സിന് 100. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇത്ര തിരക്ക് സാധാരണ ഉണ്ടാവാറില്ല, ഇന്ന് ഭയങ്കര തിരക്കൊക്കെ ഉണ്ട്. അപ്പം വെയിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ വഴിയാണ്ട പോകണം. മെയിൻ എൻട്രൻസിൽ ഭയങ്കര വെയിലാണ്. അപ്പം നമ്മുടെ ഒപ്പം പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിലൂടെയാണ് പോണത്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഹിൽ പാലസിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വന്നത്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തുരങ്കം പോലത്തെ ഒരു ഏരിയ കണ്ടപ്പോൾ പിള്ളേർക്ക് അവിടെ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിള്ളേരെ അവിടെ കയറ്റി പിന്നെ അവർക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് പിന്നെ അത് സ്റ്റെപ്പിൽ കയറി ഇറങ്ങി അങ്ങനത്തെ കളിയായി. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടി നടന്ന് വേറെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത്രയും ചുറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിലൂടെ കയറി അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ ഈ ഉച്ച സമയം നല്ല വെയിൽ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു തണൽ, നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ നമ്മ ഇവിടെ ഒരു ഡൈനോസറിന്റെ പ്രതിമയൊക്കെ കണ്ടേ. അപ്പൊ ഇത് കണ്ടപ്പോ നമ്മ പിള്ളേരെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മ അതിന്റെ അടി കൊണ്ട് നിർത്തിയപ്പ പിള്ളേരെ വിചാരം ഇത് ശരിക്കും ആണെന്ന് വിചാരിച്ചിട്ട് അവന്മാര് വേണ്ട വേണ്ട എന്ന് പറയണേരുന്നു. ഫോട്ടോ എടുക്കാനും നമ്മളെ സമ്മതിച്ചൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി നടന്നപ്പോൾ അവിടെ മാന വളർത്തുന്ന സ്ഥലമില്ലേ, അപ്പോൾ അവിടെ പോയിട്ട് മാന് തീറ്റയൊക്കെ കൊടുത്തു. അപ്പം എന്ത് ഒരേല കൊടുക്കാൻ അങ്ങനെ നമ്മ മാന് പുല്ലൊക്കെ കൊടുത്തിട്ട് ഹെറിറ്റേജ് മ്യൂസിയത്തിലോട്ട് നടക്കുകയാണ്. ഇന്ന് നല്ല അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇന്ന് പൂജ ഹോളിഡേയും കൂടിയാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ വന്നത്. ഒരു ട്രഡീഷണൽ സെറ്റപ്പാണ്. ഇതൊരു ഹിസ്റ്ററിയുടെ ഭാഗമാണെങ്കിലും നമ്മളുടെ മനസ്സിൽ നമ്മളൊരു മലയാളി എന്ന നിലയിൽ എത്രയോ വട്ടം മനുഷ്യർ താഴെ കണ്ടേക്കണത് കൊണ്ട് ആ സിനിമയുടെ ഇതാണ് നമ്മുടെ ഓർമ്മയിൽ വന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പറയണേരുന്ന് ഇതാണ് മറ്റേ സ്ഥലം, മറ്റേ മോഹൻലാലിനെ കിണ്ടി എന്നൊക്കെ പറയൂല്ലോ. പിന്നെ ശോഭന പാട്ടിയിലൊക്കെ നടക്കണതും മറ്റേ താക്കോല് കൊണ്ടുപോയി കൊടുക്കണതും അതൊക്കെ ഈ സ്ഥലത്താണ് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ രണ്ടുപേരും അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിസ്റ്ററി ഞങ്ങൾ തൊട്ടേ ഇല്ല. പിന്നെ ഈ പണ്ടത്തെ രാജാക്കന്മാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ കുളിക്കാനായിട്ട്. കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5-6 കിലോമീറ്റർ ഓട്ടോക്ക് പോണ ദൂരമുണ്ട്. അവരൊക്കെ സമ്മതിക്കണം ഇങ്ങോട്ട് കുളിക്കാനായിട്ട്. കുളിച്ച് തിരിച്ചു പോകുമ്പോൾ തന്നെ വേർത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ കുളം കണ്ടിട്ട്. അങ്ങനെ ഇതാണ് കുളിക്കടവ്. പക്ഷെ ഇങ്ങോട്ട് ഒന്നും പ്രവേശനമില്ല, അതൊക്കെ ഗ്രില്ലിട്ട് മൂടിയേക്കണേണ്. നമുക്ക് ഇത്രയും വരെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നിന്നപ്പോൾ ഈ ഷിജി എന്ത് ചെയ്ത് ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ചെന്നിട്ട് കുളത്തിൻ്റെ വ്യൂ ഒക്കെ എടുത്തിട്ടാ. അങ്ങനെ ഞാൻ വിളിക്കണേ അങ്ങോട്ട് പ്രവേശനമില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട അങ്ങോട്ട് പോരുന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരാന്തയിലൊക്കെ ഇരിക്കാൻ നല്ല രസമുണ്ടായിട്ടാ, നല്ല തണുപ്പുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് ഓടിട്ടത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വാസ്തുവിൻ്റെ പ്രത്യേകതയായിരിക്കും. പക്ഷെ ഈ കാണുന്നത് എന്തോ ഒരു പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കുറച്ച് പിള്ളേർ ഒരു ചെമ്പ് പോലത്തെ സാധനമാണ് അവിടെ നിന്ന് പറയണേ ഇത് ബിരിയാണി ഉണ്ടാക്കണ ചെമ്പാണെന്ന് പറയണേ. കുളത്തിലോട്ട് പോണ വഴിയാണിത്. താഴത്തോട്ടാണ് കുളത്തിലോട്ട്. ഇപ്പം നമ്മൾ മുകളിലോട്ട് പോണേ. കുളം കണ്ടിട്ട് നമ്മൾ മുകളിലോട്ട് പോണത്. മറ്റേ സിനിമയിലൊക്കെ ഇതുണ്ട്. സിനിമയിൽ ശോഭന മറ്റേ ബുക്കൊക്കെ വായിക്കണ പാട്ടിലേക്കുള്ള സീനുള്ള സ്ഥലമാണിത്. മറ്റേ വരുവാൻ ആ പാട്ട് വരുവാനിലാരും ആ പാട്ടിൻ്റെ സീനുള്ള സ്ഥലമാണിത്. ഈ കൊട്ടാരത്തിലുണ്ടായിരുന്നെങ്കിൽ കുളിക്കൂലെന്ന്, കുളിക്കാനായിട്ട് അവിടെ വരെ പോകണം പണ്ട്.
പിള്ളേർക്കൊക്കെ മതിയായി 2 മണിക്ക് കയറാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ കാണുന്നത് കൊട്ടാരത്തിൻ്റെ സൈഡ് പോർഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കൂടെ പുൽമെത്തേടിൽ അവിടെ ഒരു ഫുട്പാത്ത് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ പയ്യെ നടന്നാണ് ഫ്രണ്ട് പോർഷനിലോട്ട് പോണത്. ഇവിടെ നമുക്ക് ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ക്ലോക്ക് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പയ്യെ ഫ്രണ്ടിലോട്ട് പോണേന് സമയമായിക്കൊണ്ടിരിക്കുകയാണ്, 2 മണി ആവാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ാണ് ഈ കാണുന്നത് പണ്ടത്തെ ലിഫ്റ്റാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് മണിയാണെന്നാണ്, എന്തെങ്കിലും അപകടം വരുമ്പോൾ അടിക്കണ മണിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ലിഫ്റ്റാണ്. അതിൻ്റെ നമുക്കിങ്ങനെ കാണുമ്പോൾ മണിയായിട്ട് തോന്നും, പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലിഫ്റ്റാണ്, ആദ്യത്തെ ലിഫ്റ്റാണ്. പിന്നെ ഈ പ്രതിമ എല്ലാവർക്കും അറിയാമല്ലോ, സിനിമയിൽ കുട തൂക്കിയിടുന്ന പ്രതിമ, ഇന്നസെൻറ്റ് കുട തൂക്കിയിടുന്ന പ്രതിമ, അതെല്ലാവർക്കും ഒക്കെ ക്യാച്ചിങ് ആണല്ലോ. പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒന്ന് കിട്ടാൻ വേണ്ടി ഷിജി ഒന്ന് പോയി എടുക്കാമെന്ന് പറഞ്ഞ് ഷിജി ആ വെയിലത്ത് നടന്ന് ചെന്ന് ഷിജിയെ അത് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ നടന്നു വന്ന്. അങ്ങനെ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇനി ഇതൊക്കെ കവർ ചെയ്യാമെന്ന് പറഞ്ഞ് ഷിജി അതിന് ചുറ്റുമൊക്കെ നടന്ന് അങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. ഞങ്ങളവിടെ തണലത്ത് മാവിൻ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഞാനും പിള്ളേരും കൂടി. ഇതാണ് ഈ ടോപ്പ് വ്യൂ കേട്ടോ. ടോപ്പ് വ്യൂ എന്ന് പറയാൻ ഒത്തിരി, അതായത് നമുക്ക് ഈ പുരാവസ്തുക്കൾ ഇരിക്കണ സ്ഥലത്തൊന്നും വീഡിയോ അല്ല, പക്ഷെ നമുക്ക് വരാന്ത കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് വീഡിയോവും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. കയറി പുറത്തിറങ്ങി 1 മണിക്കൂർ നമ്മൾ ഉള്ളിലുണ്ടായി. പക്ഷെ ഫോണ് ക്യാമറ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് അകത്ത വീഡിയോസൊന്നും ഇല്ല. നമുക്ക് ഇറങ്ങാം.